മഷ്തർ ഭാഗം 3. ദ ഡെത്ത് ഓഫ് ലാൻഡ്. സാറ് മടുത്തോ? പെട്ടെന്ന് ശില്പയുടെ ഒരു ചോദ്യം. ഇല്ല, ഞാൻ മറുപടി നൽകി. കഥ തുടർന്നു. ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധമായ ജയിൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ജയിൽ, ഇവിടെയാണ് ജാഫർ ഉണ്ടായിരുന്നത്. ഈ ജയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ജാഫർ എന്ന കൊടും കുറ്റവാളി അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇതിന് പിന്നിൽ എന്ന് ആർക്കും പിടികിട്ടിയില്ല. ഗിർജിയുടെ മരണത്തോടെ സിംഹയും മാർഷയും വീണ്ടും ശത്രുക്കളായി. ജാഫർ ജയിൽ മോചിതനായി എന്ന വാർത്ത ഗിർജയെയും മാർഷയെയും ഭീതിപ്പെടുത്തി. ജാഫർ വീണ്ടും തിരിച്ചു വരുമോ എന്ന് ഇവർ ഭയപ്പെട്ടിരുന്നു. ഇതിനിടയിൽ അക്കീഫയുടെ കാര്യം അവർ മറന്നുപോയിരുന്നു. അവരുടെ ശത്രുത ഇരട്ടിച്ചു. ഈ സമയത്താണ് ഗിർജിയുടെ സ്ഥാനത്തേക്ക് അക്കീഫ കടന്നു വരുന്നത്. അക്കീഫയുടെ ഇങ്ങനെ ഒരു നീക്കം സിംഹയും മാർഷയും വിചാരിച്ചിരുന്നതേ അല്ല. അക്കീഫ ഒരു ദിവസം ഗിർജയെയും മാർഷയും ഒരു വിരുന്നിന് വിളിച്ചു. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അവർ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തി. എന്റെ വിരുന്നിലേക്ക് സ്വാഗതം, അക്കീഫ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഈ സ്ഥാനത്ത് ആർപാടില്ല, ഗിർജ തിരിച്ചു മറുപടി നൽകി. ഗിർജയുടെ ഈ വാക്കുകളിലെ പക തെളിഞ്ഞു നിന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ അക്കീഫ പറഞ്ഞു, ഞാനല്ലെങ്കിലും വാഴാനല്ല വന്നത്. നീ എന്തിനാണ് വന്നത്? മാർഷ ചോദിച്ചു. വാഴുന്നവരെ വീഴിക്കാനും വീണവരെ വാഴിക്കാനും. അവരുടെ പിന്നിൽ നിന്നും ആരോ മറുപടി നൽകി. എല്ലാവരും ശബ്ദം വന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ചു. ജാഫർ! ഗിർജയുടെ നാവുകൾ മന്ത്രിച്ചു. മീറ്റ് മൈ സൺ അക്കീർ, നിങ്ങളുടെ അക്കീഫ. അപ്പോഴാണ് അക്കീഫ ജാഫറിന്റെ മകനാണെന്ന സത്യം അവർ തിരിച്ചറിയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കളിക്കളത്തിൽ സ്ഥാനമില്ല. നിങ്ങളെ ഞാൻ എന്നേക്കുമായി പുറത്താക്കിയിരിക്കുന്നു. ജാഫർ ഇതും പറഞ്ഞ് തന്റെ തോക്കെടുത്ത് അവരെ വധിച്ചു. ഇതോടെ ജാഫർ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിയാത്തവരും അറിഞ്ഞു. ജാഫറിന്റെ വരവ് പലർക്കും ഭയം ജനിപ്പിച്ചു. ജാഫറിനെ കണ്ടുപിടിക്കാനായി സർക്കാർ ഏജൻസികൾ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഈ സമയത്താണ് ലോകത്തിലെ തന്നെ പ്രമുഖ രാജ്യങ്ങളായ സത്തേറിയയും പോളേറിയയും തമ്മിൽ അതിർത്തികൾ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ലോകത്തെ തന്നെ ആയുധങ്ങളിലും സൈന്യബലത്തിലും ശക്തമായിരുന്നു ഇരു രാജ്യങ്ങളും പല പ്രതിരോധങ്ങളും ഏർപ്പെടുത്തി. സത്തേറിയയുടെ കപ്പലുകൾ പോളേറിയ പിടിച്ചിട്ടു. ഇതിൽ സത്തേറിയയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇതിന് തിരിച്ചടി നൽകാൻ സത്തേറിയയുടെ നേതാക്കന്മാരുടെ ഇടയിൽ രഹസ്യ ചർച്ചകൾ നടന്നു. പോളേറിന്റെ ഈ പ്രവൃത്തിയിൽ സത്തേറിയ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല. കാരണം വളരെ വേഗം തന്നെ ഈ പ്രശ്നങ്ങളുടെ പേരിൽ നടക്കുന്ന വാർത്തകളും ചർച്ചകളും അവസാനിപ്പിക്കാനായിരുന്നു ഇത്. തക്കം പാർത്തിരുന്ന സത്തേറിയ പോളേറിയയിലെ എണ്ണക്കപ്പലുകൾ വലിയ ബോംബുകൾ കീഴടക്കി. ഇത് പോളേറിയയെ സംബന്ധിച്ച് വളരെ വലിയ നഷ്ടം, നാണക്കേടുമുണ്ടാക്കി. ഇതിന് തക്കതായ തിരിച്ചടി നൽകിയില്ല എങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പോളേറിയയുടെ അഭിമാനം താന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു. പല നേതാക്കന്മാരോടും സൈന്യത്തിലെ മുതിർന്ന സൈന്യാധിപന്മാരോടും ചർച്ച ചെയ്ത് പോളേറിയ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ ഒന്ന് നിർത്തി. ശില്പയുടെ കണ്ണുകൾ ആകാംക്ഷ നിറഞ്ഞു. സാർ, ബാക്കി? ശില്പ ചോദിച്ചു. ഞാൻ ബാക്കി പറഞ്ഞു തുടങ്ങി. ജാഫർ സത്തേറിയയ്ക്കെതിരെ പോളേറിയ തിരഞ്ഞെടുത്ത ആയുധമാണ്. പോളേറിയ രഹസ്യമായി ജാഫറിനെ ബന്ധപ്പെട്ടു. ഇരുവരും രഹസ്യ കരാറിൽ ഒപ്പുവെച്ചു. ശില്പ പെട്ടെന്ന് ചോദിച്ചു, എന്തായിരുന്നു ആ കരാർ? മഷ്തർ എന്ന വൈറസിന്റെ ജനിതക ഘടനയിൽ രൂപമാറ്റം വരുത്തി പുതിയ ഒരു വൈറസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ആ കരാർ. കരാർ കഴിഞ്ഞാൽ ഉടനെ ജാഫറിനെ വധിക്കാൻ പോളേറിയയുടെ തീരുമാനം. മഷ്തർ എന്ന വൈറസിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ജാഫറിന്റെ അടുക്കൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വൈറസിനെ ഉപയോഗിച്ച് സത്തേറിയയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു വൈറസിനെ പോളേറിയയ്ക്ക് പുതുതായി കണ്ടുപിടിച്ചത് പോരായിരുന്നു. അതിനു പകരം ജാഫർ എന്ന കുറ്റവാളിയുടെ സഹായം തേടിയത് എന്തിനായിരുന്നു? ശില്പ ചോദിച്ചു. ഒരു വൈറസിനെ മാത്രമല്ല അവർക്ക് വേണ്ടത്, ഈ ഓപ്പറേഷൻ വിജയകരമായി നടപ്പിലാക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ കൂടിയായിരുന്നു. അതിന് അവർ കണ്ടെത്തിയത് ജാഫറിനെയും. ഞാൻ തുടർന്നു.
ജാഫറിനെ രഹസ്യമായി പോളേറിയയിൽ എത്തിച്ചു. ജാഫറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പോളേറിയ ഒരുക്കി കൊടുത്തു. ജാഫർ പോളേറിയയുടെ ആവശ്യപ്രകാരം പുതിയ വൈറസിനെ നിർമ്മിച്ചു. സോംബ്. ഈ വൈറസ് മനുഷ്യനിൽ പ്രവേശിച്ചാൽ മനുഷ്യൻ സോംബിയെ പോലെയാവുകയും ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യൻ മരിക്കുകയും ചെയ്യും. പുതിയ വൈറസിനെ സൂക്ഷിക്കാൻ പ്രത്യേകം പണിത ലാബിലേക്ക് അവർ വൈറസിനെ മാറ്റി. ദിവസങ്ങൾ കടന്നുപോയി. വൈറസിനെ സൂക്ഷിക്കാൻ പുതിയ ലാബും അവിടെ നിറയെ ജോലിക്കാരും. ഈ വിവരം രഹസ്യ അവർ ഈ വൈറസിനെ പല മൃഗങ്ങളിലും പരീക്ഷിച്ചു. മൃഗങ്ങളിൽ ഈ വൈറസ് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ വൈറസ് ബാധ ഏറ്റ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ വിസർജ്യത്തിലൂടെ ഈ വൈറസ് മനുഷ്യ ശരീരത്തിലെത്തി. ഒരു ദിവസം രാവിലെ പോളേറിയയുടെ സ്ഥലത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ കോൾ എടുത്ത മേജർ ഫോണിൽ കൂടി വന്ന വാർത്ത കേട്ട് ഞെട്ടി. ലാബിലെ ഒരു ജീവനക്കാരന് വൈറസ് ബാധ ഏറ്റിരിക്കുന്നു. മേജർ ഉടനെ തന്നെ മേലധികാരികളെ വിവരം അറിയിച്ചു. പോളേറിയയുടെ പ്രസിഡന്റ് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം വൈറസ് ബാധ ഏറ്റ ജീവനക്കാരനെ കൊണ്ട് ജഡം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാഫീർ എന്ന വനത്തിൽ നിക്ഷേപിച്ചു. അവിടെ പന്നികളും മറ്റു മൃഗങ്ങളും ആ ജഡം ആഹാരമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. കാഫീർ വനത്തിലെ ആദിവാസികൾ വേട്ടയാടിയ ഒരു പന്നിയെ പിടിച്ചു. അവർ ചെറിയ സമൂഹമായതുകൊണ്ട് അവർ എല്ലാവരും അതിനെ ഭക്ഷണമാക്കി. പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്തത്. സാർ മടുത്തോ? ഒത്തിരി നേരമായല്ലോ. പെട്ടെന്നാണ് ശില്പയുടെ ആ ചോദ്യം എന്റെ നേർക്ക് വന്നത്. ഇല്ല, ഈ കഥ പറഞ്ഞാൽ ഞാൻ മടുക്കില്ല. കാരണം ശില്പിക്ക് അവസാനം മനസ്സിലാകും. ബാക്കി തുടർന്നാലോ? ശില്പ പറഞ്ഞു. ഞാൻ ബാക്കി തുടർന്നു. ഏകദേശം ആഴ്ചയ്ക്ക് ശേഷം സിറിയയിലെ ഒരു ഫോട്ടോഗ്രാഫറുടെ മിസ്സിംഗ് വാർത്തയായി. ജോൺ എന്നായിരുന്നു ആ ഫോട്ടോഗ്രാഫറുടെ പേര്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയി ജോലി നോക്കിക്കൊണ്ടിരുന്ന ജോൺ കാഫീർ വനത്തിൽ തന്റെ ജോലിയുടെ ആവശ്യമായി ചില ചിത്രങ്ങൾ പകർത്താൻ കാട്ടിൽ പോയതാണ്. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നില്ല. അദ്ദേഹത്തെ തിരക്കി ഒരു സംഘം ആളുകൾ കാഫീർ വനത്തിൽ പ്രവേശിച്ചു. അവർ അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നു. ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കി. കാഫീർ വനം സത്തേറിയയുടെയും പോളേറിയയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വനമായിരുന്നു. കാഫീർ വനത്തിലെ കാട്ടുവാസികൾ എന്തോ രോഗം പടർന്ന് മരിച്ചിരിക്കുന്നു. അവരുടെ ശവശരീരം കിടക്കുന്ന സ്ഥലത്തു നിന്നും ജോണിന്റെ ശരീരവും ലഭിച്ചു. വനവാസികൾ വന്ന രോഗം ബാധിച്ചായിരിക്കും ജോണും മരിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി. സത്തേറിയ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. പഠനങ്ങളിൽ നിന്ന് മഷ്തർ എന്ന വൈറസിന്റെ മറ്റൊരു വകഭേദം ഈ വൈറസ് എന്ന് അവർക്ക് മനസ്സിലായി. ഇതിനു പിന്നിൽ പോളേറിയ ആണെന്നും സത്തേറിയയുടെ രഹസ്യ അന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. സത്തേറിയ പോളേറിയയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അതെല്ലാം പോളേറിയ നിഷേധിച്ചു. ഇനിയും തങ്ങളുടെ പക്കൽ ആ വൈറസിനെ സൂക്ഷിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ പോളേറിയ ഒരു സാമ്പിൾ ഒഴികെ ബാക്കിയെല്ലാം നശിപ്പിച്ചു. മിച്ചം വെച്ച സാമ്പിൾ പോളേറിയ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. ജാഫർ എന്ന കുറ്റവാളിയുടെ സഹായത്തോടെയാണ് പോളേറിയ ഈ ഓപ്പറേഷൻ പദ്ധതി ഇട്ടതെന്ന് സത്തേറിയ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം വഴി അറിഞ്ഞു. ജാഫർ പോളേറിയയുടെ സംരക്ഷണത്തിലാണെന്ന വിവരം സത്തേറിയയ്ക്ക് ലഭിച്ചു. ജാഫറിനെ വധിക്കാൻ സത്തേറിയ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് രഹസ്യമായി പോളേറിയയെ അയച്ചു. അവർ ജാഫറിന്റെ ഒളിത്താവളം കണ്ടെത്തി. സത്തേറിയ ഗവൺമെന്റ് ജാഫറിനെ വധിക്കാൻ നിർദ്ദേശം നൽകി. അവർ ജാഫറിനെ വധിക്കാൻ ഒളിത്താവളത്തിലെത്തി. എങ്കിലും അവർക്ക് അവിടെ കാണാനായത് ജാഫറിന്റെ ജഡമായിരുന്നു. തങ്ങൾക്ക് മുമ്പേ ആരോ ജാഫറിനെ വധിച്ചിരുന്നു എന്ന കാര്യം അവർ ഗവൺമെന്റിനെ അറിയിച്ചു. എന്നാൽ ഈ കാര്യം സത്തേറിയ പുറത്തുവിട്ടില്ല. തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ എല്ലാം സത്തേറിയ പുറത്തുവിട്ടു. ജാഫർ എന്ന കുറ്റവാളിയെ തങ്ങൾ വധിച്ചു എന്ന കാര്യവും അവർ ഇതിനോടൊപ്പം പുറത്തുവിട്ടു. ലോകരാജ്യങ്ങൾ പോളേറിയയെ ഒറ്റപ്പെടുത്തി. ജാഫറിന്റെ മരണത്തോടുകൂടി ജാഫറിന്റെ സ്ഥാനം ജാഫറിന്റെ മൂത്ത മകൻ അക്യൂഫ ഏറ്റെടുത്തു.